നാളെ മെയ് 30 വെള്ളി കൂടുതൽ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. +1 റിസൾട്ട് തീയതി പുറത്ത്. വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. കാത്തിരിക്കുന്ന +1 പരീക്ഷാഫലം ജൂൺ ആദ്യവാരം പ്രസിദ്ധീകരിക്കുമെന്ന് റിപ്പോർട്ട്. ജൂൺ 3-ന് പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ജൂണിൽ പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 28-നാണ് റിസൾട്ട് പുറത്തുവിട്ടത്. അതുകൊണ്ട് ഈ വർഷവും മെയ് മാസത്തിൽ ഫലപ്രഖ്യാപനം നടത്തുമെന്ന പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിരുന്നു. വലിയ കാലതാമസമില്ലാതെ ഫലപ്രഖ്യാപനം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കും. മൂല്യനിർണ്ണയം, ടാബുലേഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. ഫലപ്രഖ്യാപനത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയെന്നാണ് സൂചന. ഇതേസമയം വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ അവധി അറിയിപ്പുകൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ മെയ് 30 വെള്ളി 4 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ ജില്ലകളിലെ അവധി അറിയിപ്പ് അറിയുന്നതിനനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതേസമയം അംഗനവാടി കുട്ടികളുടെ പ്രവേശനോത്സവം മാറ്റിവെച്ചു. നാളെ നടത്താനിരുന്ന പ്രവേശനോത്സവമാണ് ജൂൺ 3-ലേക്ക് മാറ്റിയത്. എന്നാൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവത്തിൽ ഇതുവരെ മാറ്റമൊന്നുമില്ല. ജൂൺ 2-ന് തന്നെ പ്രവേശനോത്സവം നടക്കും.